കഴിഞ്ഞ ദിവസം രാത്രി തിരുവനന്തപുരത്ത് ചുഴലിക്കാറ്റിന് സമാനമായ ഒരു കാറ്റ് മലയോര മേഖലകളിൽ വീശിയിരുന്നു. നിരവധി നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീഴുന്ന സാഹചര്യം, ഇലക്ട്രിക് പോസ്റ്റിന് മുകളിലേക്ക് മരം കടപുഴകി വീഴുന്നു. പ്രധാന റോഡുകളിൽ തെങ്കാശി ദേശീയപാതയിലൊക്കെ തന്നെ മരം കടപുഴകി വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു 2 മിനിറ്റ് നീണ്ടുനിന്ന കാറ്റിനാണ് ഇത്രയും വലിയ രൂക്ഷമായ കെടുതികൾ ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്നു. മറ്റൊരു വീട്ടിൽ തെങ്ങ് മറിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ മഴക്കെടുതി അതിരൂക്ഷമാകുന്ന സാഹചര്യം. മലയോര മേഖലകളിൽ അതിശക്തമായ മഴയെ തുടർന്നുണ്ടായ കാറ്റിലാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും മഴക്കെടുതി രൂക്ഷമാണ് പാലോട് പോലെയുള്ള മലയോര മേഖലകളിൽ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത്. എന്തായാലും അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ സാധ്യത മുന്നറിയിപ്പ് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂർ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. യെല്ലോ അലേർട്ട് ഉണ്ട്. തിരുവനന്തപുരത്തും കൊല്ലത്തുമാണ് യെല്ലോ അലേർട്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട്, കോഴിക്കോട് എന്നീ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് 6-ാം തീയതി മുതൽ 6-ഉം 7-ഉം തീയതികളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്.